എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫസ്റ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് പ്രകാരം ട്രാൻസ്ഫർ കിട്ടിയ വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ നാളെ അവസാനിക്കും. അത് ജൂൺ 25 ഉച്ചയ്ക്ക് 12 മണിക്ക് അവസാനിക്കുന്നതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാം നോക്കാം. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന് കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പേജിൽ നിങ്ങളുടെ യൂസർ നെയിമായിട്ടുള്ള മൊബൈൽ നമ്പർ, അത് VHSC അപേക്ഷ കൊടുക്കുമ്പോൾ നൽകിയ മൊബൈൽ നമ്പർ ഏതാണ് അത് കൊടുക്കുക. അതുപോലെ തന്നെ പാസ്വേഡ് കൊടുക്കുക. അതുപോലെ തന്നെ ആ ഒരു പേജിൽ നിങ്ങൾക്ക് കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം ഇതുപോലെ കാണാൻ പറ്റും. അപ്പോൾ അത് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇവിടെയുള്ള റിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു ഇംഗ്ലീഷ് അക്ഷരം ചേഞ്ച് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എപ്പോഴാണ് അത് കൃത്യമായിട്ട് മനസ്സിലാവുന്നത് അപ്പോൾ ആ ഒരു സമയം അത് നിർത്തിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഇവിടെ ടെക്സ്റ്റ് ഫ്രം ഇമേജ് എന്നുള്ള ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ചെയ്യേണ്ടത് ഇവിടെ ലോഗിൻ ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അഥവാ നിങ്ങളുടെ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ പാസ്വേഡ് മറന്നുപോയവർക്ക് ഫോർഗോട്ട് പാസ്വേഡ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കാനുള്ള ഭാഗമുണ്ട്. അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് ഏത് മൊബൈൽ നമ്പറാണ് നിങ്ങൾ ഈ ഒരു അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നൽകിയിട്ടുണ്ടായിരുന്ന ആ ഒരു മൊബൈൽ നമ്പർ കൊടുക്കുക. അതുപോലെ തന്നെ ആ ഒരു പേജിൽ നിങ്ങൾക്ക് കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം നേരത്തെ പറഞ്ഞതുപോലെ കാണാൻ പറ്റും. അപ്പോൾ അത് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇവിടെയുള്ള റിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അത് ചേഞ്ച് ആവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ അത് ചേഞ്ച് ആയിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ ഒരു രീതിയിൽ കൃത്യമായിട്ട് അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ചേഞ്ച് ആവുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം നിങ്ങൾ കൃത്യമായിട്ട് ഇവിടെ ടെക്സ്റ്റ് ഫ്രം ഇമേജ് എന്നുള്ള ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വാലിഡേറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത പേജിൽ തൻ്റെ OTP ഓപ്ഷൻ ചിലപ്പോൾ ചോദിക്കും. അതല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലേക്ക് നേരിട്ട് OTP വരികയാണ് ചെയ്യുക. അപ്പോൾ ആ ഒരു OTP കൃത്യമായിട്ട് നൽകുക. നൽകിയ ശേഷം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ബോക്സ് വരും. അവിടെ കൃത്യമായിട്ട് നിങ്ങളുടെ പുതിയ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ അപ്ഡേറ്റ് അല്ലെങ്കിൽ സേവ് അല്ലെങ്കിൽ സബ്മിറ്റ് ഓപ്ഷൻ ആവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി വിദ്യാർത്ഥികളുടെ ഈ ഒരു പാസ്വേഡ് റീസെറ്റ് ആയി എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ യൂസർ നെയിമായിട്ടുള്ള മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ പാസ്വേഡ്, അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം നേരത്തെ പറഞ്ഞതുപോലെ കാണാൻ സാധിക്കും. അപ്പോൾ അതുകൂടി കൃത്യമായിട്ട് നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ട്രാൻസ്ഫർ റിസൾട്ട് എന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ കിട്ടിയെന്ന് മനസ്സിലാക്കാം. അതേസമയം യു ഹാവ് നോട്ട് ട്രാൻസ്ഫർ എന്നാണെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇനി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ ഇനി വരുന്ന ട്രാൻസ്ഫറിന് വേണമെങ്കിൽ അപേക്ഷിക്കുക. അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ട്രാൻസ്ഫർ കിട്ടിയ സ്കൂൾ എവിടെയാണോ അവിടെ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. ഇനി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള നിർദ്ദേശങ്ങളാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ ഐഡിയും അതുപോലെ തന്നെ പാസ്വേഡും നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ഒരു vhscap.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ നിങ്ങളുടെ ആ ഒരു യൂസർ ID ആയിട്ടുള്ള ഫോൺ നമ്പറും പാസ്വേഡും നൽകിയ ശേഷം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് പരിശോധിക്കാം. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂൾ അല്ലെങ്കിൽ കോഴ്സിലേക്ക് ജൂൺ 25 ഉച്ചയ്ക്ക് 12 മണി, ഇതിൽ 2 മണിയാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ നേരത്തെയുള്ള ആ ഒരു സ്ക്രോൾ ചെയ്തു പോകുന്ന അറിയിപ്പിൽ 12 മണിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 12 മണിക്കുള്ളിൽ തന്നെ പോയിട്ട് അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഒരു സമയത്തിന് മുമ്പായിട്ട് തന്നെ വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അഡ്മിഷൻ നേടണം. അല്ലാതെ പക്ഷം അത്തരം വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ റദ്ദാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ എങ്ങനെയാണ് കിട്ടുന്നത് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിലവിലെ സ്കൂളിൽ തന്നെ കോഴ്സ് മാറ്റം കിട്ടിയവർ നിലവിൽ പ്രവേശനം നേടിയ സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്കാണ് മാറ്റം ലഭിച്ചിട്ടുള്ളതെങ്കിൽ പ്രസ്തുത കോഴ്സ് മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ അടയ്ക്കേണ്ട അധിക ഫീസ് മാത്രം അടച്ചാൽ മതി. അതായത് ഇപ്പോൾ ഏതൊരു സ്കൂളിൽ നിന്നും ഏതൊരു സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്ക് മാറുന്നെങ്കിൽ നിങ്ങൾ ആ ഒരു രീതിയിൽ എക്സ്ട്രാ വല്ല ഫീസ് ഉണ്ടെങ്കിൽ അടച്ചാൽ മതി. ഇനി ഒരേ കോഴ്സിൽ തന്നെ സ്കൂൾ മാറ്റം ലഭിച്ചവർ അത് നിലവിൽ പ്രവേശനം നേടിയ അതേ സ്കൂളിൽ തന്നെ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റം ലഭിച്ച വിദ്യാർത്ഥികൾ റവന്യൂ വിഹിതം ഒഴികെയുള്ള മുഴുവൻ ഫീസും പുതുതായിട്ട് ചേർന്ന സ്കൂളിൽ അടയ്ക്കേണ്ടതാണ്. അത് കോഴ്സ് മാറുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് പുതുതായിട്ട് അഡ്മിഷൻ നേടുന്ന സ്കൂളിൽ PTA ഫണ്ട്, PTA ഡൊണേഷൻ, അപ്പോൾ PTA ഫണ്ട് അതുപോലെ തന്നെ PTA ഡൊണേഷൻ എന്നിവ നിങ്ങൾ പുതുതായിട്ട് അഡ്മിഷൻ നേടുന്ന സ്കൂളുകളിൽ നൽകേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ സ്കൂളിൽ മറ്റൊരു കോഴ്സ് കോമ്പിനേഷനിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ, അത് ഇപ്പോൾ ആദ്യം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന കോഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഫീൽഡ് ടെക്നീഷ്യൻ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ B എന്ന ആ ഒരു സ്കൂളിൽ ഞാൻ കൊടുത്തത് ഗ്രാഫിക് ഡിസൈനർ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ രീതിയിൽ എനിക്കിപ്പോൾ
ആദ്യം കിട്ടിയിട്ടുള്ള കോഴ്സ് എന്ന് പറയുന്നത് ഫീൽഡ് ടെക്നീഷ്യനാണ്. എന്നാൽ എനിക്ക് രണ്ടാമത് കിട്ടിയത് ഗ്രാഫിക് ഡിസൈനറാണ്. അതായത് ഞാനിപ്പോൾ ആദ്യത്തെ സ്കൂളും മാറി, അതുപോലെ തന്നെ കോഴ്സും മാറി. ഈ ഒരു രീതിയിൽ ഞാൻ ഓപ്ഷൻ വെക്കുന്നതാണ് മൂന്നാമത്തെ ആ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പുതുതായിട്ട് പുതിയൊരു സ്കൂളിൽ മറ്റൊരു കോഴ്സിലേക്ക്, അതായത് ആദ്യം അഡ്മിഷൻ ലഭിച്ച കോഴ്സല്ല വേറൊരു കോഴ്സ് കോമ്പിനേഷനിലേക്ക് മാറ്റം കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ചെയ്യേണ്ടത്, പുതിയ സ്കൂളിലേക്ക് മാറ്റം ലഭിച്ച വിദ്യാർത്ഥികൾ റവന്യൂ വീതം ഒഴികെ മുഴുവൻ ഫീസും പുതുതായിട്ട് ചേർന്ന സ്കൂളിൽ അടക്കേണ്ടതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ കോഴ്സുകളായിട്ടുള്ള ഫീൽഡ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ പെരിഫറൽസ്, അതുപോലെ തന്നെ ഗ്രാഫിക് ഡിസൈനർ, അതുപോലെ തന്നെ ജൂനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ, അതുപോലെ വെബ് ഡെവലപ്പർ എന്നിങ്ങനെ പുതുതായിട്ട് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് പ്രകാരം പ്രവേശനം നേടുന്ന കുട്ടികൾ കമ്പ്യൂട്ടർ അഡീഷണൽ സ്പെഷ്യൽ ഫീസായ 100 രൂപ പുതുതായിട്ട് പ്രവേശനം നേടുന്ന സ്കൂളിൽ അടക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇതിലുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.